പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. ഇപ്പൊ നമ്മളുടെ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് എക്സൈറ്റഡ് ആകുകയും അതനുസരിച്ചിട്ട് നന്നായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ തന്നെ ബിസിനസ്സുകൾ നന്നായിട്ട് നടക്കുന്നു എന്ന സമയത്ത് അതേപോലത്തെ ഗ്രോത്ത് എനിക്ക് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുന്ന ആൾക്കാരും, എന്നാൽ നേരെ തിരിച്ചുള്ള ആൾക്കാരും. കാരണം നന്നായിട്ട് ബിസിനസ് നടക്കുന്നില്ല എന്നറിയുന്ന സമയത്ത് ഓ എങ്കിൽ ശരി ഇത് തന്നെയാണ് ചെയ്യാനുള്ള സമയം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആൾക്കാരും. നമ്മളിത് എവിടെയാണ് എന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും എല്ലാവരും ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കും പ്രശ്നമില്ല, എല്ലാവർക്കും ബിസിനസ് ഇല്ല എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്ന ആൾക്കാരും. കാരണം ഒരിക്കല് ഒരു സിക്സ് സിഗ്ലറയുടെ പുസ്തകത്തിൽ ഒരു ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനും അതില് അദ്ദേഹത്തിന് ചോദിക്കുന്നതാണ്. അതായത് യു എസിൽ ഏറ്റവും കൂടുതൽ മാന്ദ്യം നടക്കുന്ന സമയത്ത്, സാമ്പത്തിക മാന്ദ്യം നടക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയ ഒരു ഇൻഷുറൻസ് ഏജന്റും സെയിൽസ് പേഴ്സണും അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോ ഇത്രയും സെയിൽ നടത്താൻ പറ്റും? അയാൾ പറഞ്ഞു ഓക്കെ, ഞാൻ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്നു, സെയിൽ നടക്കുന്നു. അപ്പൊ അയാൾ വീണ്ടും എടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുന്നു, അല്ല ഇപ്പോഴും ഈ സാമ്പത്തിക മാന്ദ്യം ആയിരിക്കുന്ന ഈ സമയത്ത് പോലും താങ്കൾക്ക് എങ്ങനെയാണ് വിൽക്കാൻ പറ്റുന്നത്? അപ്പൊ ആള് ഇങ്ങനെ പെട്ടെന്നൊന്ന് പോസ് ചെയ്തിട്ട് തിരിച്ചു ചോദിക്കുന്നതാണ്, സാമ്പത്തിക മാന്ദ്യം? ഓ അത് ശരി, ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമാണല്ലേ? ഈ കാര്യം അയാൾക്ക് അറിയില്ല. ആവശ്യമില്ലാത്തതിൽ അയാൾ ഫോക്കസ് ചെയ്തില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റ് കണ്ടീഷൻ മറ്റു സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. കാരണം ബിസിനസ് നടക്കുന്നത് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ ഒന്നുമില്ല. ബിസിനസ്സിന് ഒറ്റ നിയമേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് 100 പേരെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 20 പേര് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും. 80-20 എന്ന റൂൾ വർക്ക്. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ ആണ് ആൾക്കാർ അതുപോലെ പഴയ പോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുപോലത്തെ ഇതില്ല എന്നുള്ള ലെവലില് ആക്ടിവിറ്റിയിൽ ഇല്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും മോശമായിരിക്കും. എത്ര നന്നായിട്ട് ബിസിനസ് നടക്കുന്ന സമയമാണെന്ന് പറഞ്ഞാൽ പോലും ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഡള്ള് തന്നെ ആയിരിക്കും. മറിച്ച് ഏത് മോശം സാഹചര്യത്തിലാണെങ്കിൽ പോലും മാർക്കറ്റിൽ വേണ്ട പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഒക്കെ ആയിരിക്കും. ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഈ പിറ്റി പാർട്ടി എന്ന് പറയും. സാധാരണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആയിട്ടുള്ള പല ആൾക്കാരും ഒരുമിച്ച് പോകും. എന്നിട്ട് വിജയിച്ച ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് സംഭവിക്കാത്തത്, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ, ശരിയല്ല, ഒന്നെങ്കിൽ സിസ്റ്റം ശരിയല്ല, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ശരിയല്ല, അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ശരിയല്ല, അങ്ങനെ ഏതെങ്കിലും അവരൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ശരിയല്ലാത്തതിനും കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ സാധാരണ രീതിയിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പാർട്ടികളിലൊക്കെ സംഭവിക്കുന്നത് ഇവനൊരു പ്രശ്നം ഉണ്ടാവും, ഇവനൊരു പ്രശ്നമായിട്ട് അവിടെ വന്നിരിക്കും, മറ്റു ബാക്കി മുഴുവൻ ആൾക്കാരും കുറെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഒരു പ്രശ്നമായിട്ട് വന്ന ഒരാൾ ഈ പറഞ്ഞ എല്ലാവരുടെയും പ്രശ്നവുമായിട്ട് തിരിച്ചു പോകും. ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ ഗ്രോത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ്ഡ് ആവുക, ആക്ടിവിറ്റി എന്താണോ അത് ചെയ്യുക എന്നുള്ള മാത്രമല്ല. അതിന് സമയമോ കാലമോ ഫിനാൻഷ്യൽ കണ്ടീഷനോ ഒന്നും തന്നെ പ്രാധാന്യമില്ല എന്നുള്ള തിരിച്ചറിയും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടിലേക്ക് വരും. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു മെന്റാലിറ്റി ഉള്ള ഒരാളായിരിക്കും. എനിക്കറിയാവുന്ന ഒന്നിലധികം ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പം അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലത്ത് നന്നായിട്ട് നടക്കുന്ന ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ നമ്മൾ പറയുന്നത് വെറുതെ ഇങ്ങനെ പസ്യുമായിട്ട് കേൾക്കുന്നു അല്ലാണ്ട് മൈൻഡ് തോന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിസിനസ് കൂടിയാലോ ഇവിടെ ബിസിനസ് കുറഞ്ഞാലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധിക്കുന്ന കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ കാര്യവും ഓക്കെ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യും, ഇവിടെ എന്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്ന തലത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവർ ചോദിക്കും, അല്ല മറ്റേ അവിടെ എന്തായി, അവിടെ ഇവിടെ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഓരോ രീതികളുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവും. എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത്,
മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. അത്തരം തലത്തിൽ മാത്രം നമ്മൾ സഞ്ചരിക്കും. നിങ്ങളെ ഡീമോട്ടിവേറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. അത്തരം സ്ഥലത്ത് പോയിട്ട് പെടാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചിട്ടാണ്. കാരണം നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവുന്ന കാരണം കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് എത്ര എളുപ്പമായിരിക്കും. മറിച്ച് നമ്മളെ പുറകോട്ട് വലിക്കുന്ന, കാരണം ലൂസേഴ്സിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഉറപ്പ് ഒരു പക്ഷേ നിങ്ങൾ ചെറിയ ഒരു വിന്നർ കൂടിയാണെങ്കിൽ ലൂസേഴ്സുമായിട്ട് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ വിജയികളുടെ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞ ഒരു വിജയിയുടെ മട്ടിലായതുകൊണ്ട് തന്നെ അതെത്ര കംഫർട്ടബിൾ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. എവിടെ സമയം ചെലവഴിക്കണം, ആരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കണം, എന്തൊക്കെ ആക്ടിവിറ്റിയിലാവണം. ഒരു ദിവസത്തെ എല്ലാ ദിവസവും നമുക്ക് ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു മാസം കഴിഞ്ഞോ, ഒരു വർഷം കഴിഞ്ഞോ, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞോ നമ്മൾ എവിടെ എത്തുന്നതിനെ കുറിച്ചിട്ട് വേറെ പുറത്തുനിന്ന് ഒരാളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് ആ പ്രവൃത്തി മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് ഏത് മേഖലയാണെങ്കിലും, ഞാനിപ്പോ പറഞ്ഞു വന്നപ്പോ സെയിൽസ് ആണെങ്കിൽ പോലും, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യമാണെങ്കിൽ പോലും, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, ഏത് കാര്യത്തിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അറിയാൻ പറ്റണം എന്താണ് നമുക്ക് മാറ്റേണ്ടത്. എന്താണ് മാറ്റേണ്ടതെന്ന് അറിയാന്നുണ്ടെങ്കിൽ ബാക്കി ഓക്കെയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് മാറ്റേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഈ ഒരു ആവശ്യമില്ലാത്ത ഇങ്ങനെ മാറ്റിമറിക്കലുകൾ ഗുണത്തെക്കാരെ ദോഷം ചെയ്തു. എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ശരിയായ ബോധ്യം ഉണ്ടായതിനു ശേഷം അതിനൊരു മിനിമം പീരീഡിലേക്കെങ്കിലും അത് ചെയ്തു പോകും. പലപ്പോഴും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ആദ്യം അതൊന്നും മാറ്റും. കാരണം ചില ആൾക്കാരുണ്ട് എപ്പോഴും പുതിയതായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യും, അത് മാറ്റി വീണ്ടും ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഏതൊരു കാര്യത്തിനും ആവശ്യമായിട്ടുള്ള ഒരു മിനിമം ടൈം, ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. അത് എത്തുന്നവരെ നമ്മൾ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വന്നു, ആ ഫീൽഡിൽ ചുരുങ്ങിയത് ഇടാനുള്ള മുഴുവൻ എഫേർട്ടുകളും ഇട്ട് ഒരു 5 വർഷം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു ടോപ്പ് 20 പൊസിഷനിലേക്കെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫീൽഡ് അല്ല എന്നുള്ള തിരിച്ചറിയും. അതാണ് നമ്മൾ മിനിമം എടുക്കുന്നത്. പക്ഷെ അതിനുള്ള എഫേർട്ട് ഒന്നും ഇടുന്നില്ല, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ ടോപ്പ് 20 എന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ ആവശ്യമായിട്ടുള്ള മുഴുവൻ എഫേർട്ട് ഇടും. ആവശ്യമായിട്ടുള്ള എഫേർട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണം ആദ്യം. അത് മുഴുവൻ നമ്മൾ ഇട്ടതിന് ശേഷവും അതിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5%, 10% പോലും എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അത് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ഏത് ബിസിനസ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഏതെങ്കിലും ഒരാൾ കൂടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഏതെങ്കിലും ഒരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കും വിജയിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള ആൾക്കാർ, വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു പാറ്റേൺ കണ്ടെത്തും, അത് കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മളെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് വിജയിച്ച ആൾക്കാരുടെ സ്റ്റോറി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമോ ഡീമോട്ടിവേറ്റ് ചെയ്യുമോ തിരിച്ചറിയുക. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിരിക്കും, ഇൻസ്പിറേഷന് പകരം നേരെ തിരിച്ചായിരിക്കും. ചില ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കും, വേറൊരാളുടെ വിജയം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കുക, ആ മേഖലയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ വലിയ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരേ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ പോയിട്ട് ഒരു വാഹനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കാർ വാങ്ങിക്കുന്നു. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉള്ളവളാനെ കാണാതിരിക്കാനൊന്നും പറ്റില്ല, കണ്ടേ പറ്റുള്ളൂ, കാണേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്? നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നുകയാണ് ചെയ്യുന്നത്, അതോ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്? മാറി നിൽക്കുക മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ മാറി നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത്തരം സമയത്തിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാൻ നോക്കുക. എന്താണോ നമുക്ക് ആവശ്യം, നമ്മൾക്ക് എന്താണോ നോക്കുക, നമ്മളുടെ സക്സസ് എത്തുന്നവരെ ആ പാറ്റേണിലൂടെ തന്നെ സഞ്ചരിക്കുന്നുള്ള ഉറപ്പ് വരുത്തുന്നു. ഇത് പുറത്തുനിന്ന് ആരും വന്നിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര വലിയ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്താലും എന്തൊക്കെ തന്നെ പാറ്റേണിലൂടെ പോയാലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. മോട്ടിവേറ്റഡ് ആവണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ നമ്മളാണ്.
അതുകൊണ്ടാണ് ഈ മോട്ടിവേഷണൽ സെഷനുകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ആ മോട്ടിവേഷനൊക്കെ പോയിട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും, മറന്നുപോകും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. അതിനെ പിന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും കണ്ടിട്ടില്ലേ, പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് കഴിയുന്ന സമയത്ത് അവിടുന്ന് പോരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇത് ചെയ്തിട്ട് തന്നെ കാര്യം, ഇതെന്തായാലും ഞാൻ ശരിയാക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ച് പോരുന്നത്. പക്ഷെ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ എനർജിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും, വീണ്ടും പഴയ അവസ്ഥ വരുന്നുണ്ടാവും. കാരണം അതാണ്, നമ്മൾ അതിലേക്ക് എത്താനായിട്ട് ഇൻസ്പയർഡ് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് നമ്മൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. പലപ്പോഴും സക്സസ്ഫുൾ ആവണം എന്ന ആഗ്രഹത്തോടു കൂടിയൊക്കെ ആൾക്കാർ ഇറങ്ങി പുറപ്പെടും, പക്ഷെ എത്തിച്ചേരുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചതാണ്, അല്ല ഇത് ആയിക്കഴിഞ്ഞിട്ട് എന്താവാൻ, നിങ്ങൾ സക്സസ്ഫുൾ ആയതിനു ശേഷം എന്താണ് എന്നതിനെ കുറിച്ചൊരു ധാരണയില്ലെങ്കിലോ, സക്സസ് ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്, പക്ഷെ ഇത് ആയിക്കഴിഞ്ഞിട്ട് എന്താ, ആ ഒരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ എത്തത്തില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ട്. അപ്പൊ നിങ്ങൾ സക്സസ്ഫുൾ ആയ ഒരാളായിട്ട് നിങ്ങളെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ആ ലെവലിലേക്ക് എത്തും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റുന്നുണ്ടാവും, നിങ്ങളുടെ സംസാരത്തിന്റെ സ്റ്റൈല് മാറുന്നുണ്ടാവും, ആൾക്കാരായിട്ട് പെരുമാറുന്ന രീതി മാറുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിച്ചു തുടങ്ങും നിങ്ങൾ അതാണെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് പറ്റുന്ന ആക്ഷൻസ് വരും, നമ്മൾ അതിൽ എത്തിച്ചേരും. ഇതാണ് സംഭവിക്കുന്നത് തിരിച്ചറിയണം. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആഗ്രഹമുണ്ടാവും, ആഗ്രഹത്തിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നുമില്ല. ആഗ്രഹവും ഡ്രീമും രണ്ടും രണ്ടാമെന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആ പറഞ്ഞ അവസ്ഥയിൽ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രെയിന് കൂടി കാണാൻ പറ്റണമെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു സക്സസ്ഫുൾ ആളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും കാണാൻ പറ്റും. നിങ്ങളുടെ ബ്രെയിന് നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റുകയാണെങ്കിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ, ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങളുടെ ബ്രെയിന് സാധിക്കും. അപ്പൊ അതിന് പറ്റുന്ന മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എത്തിച്ചേരുന്നു. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ ആരുടെയെങ്കിലും ഒരു സക്സസ് കാണുന്ന സമയത്ത് നമുക്കൊന്നും ഒരു തോന്നലുണ്ടാവും, ഇതുപോലെയൊക്കെ ആകണം. അത് സംഭവിക്കണം നിർബന്ധം. ഫോക്കസ്ഡ് ആവുക, നമുക്ക് എന്താണ് വേണ്ടതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവുക, അതിലേക്ക് എത്തിച്ചേരുക.